ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹീതമായ ഈ ആഴ്ചയ്ക്ക് സഭയായി നൽകിയിരിക്കുന്ന വിഷയം തൃത്വം എന്നുള്ളതാണ്. പരിശുദ്ധ തൃത്വം, സ്നേഹത്തിൻ്റെ സംസർഗം, സ്നേഹത്തിൻ്റെ കൂട്ടായ്മ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് ആധാരമായി നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലം യേശുവും നിക്കോദിമോസും തമ്മിലുള്ള സംഭാഷണമാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് യേശുവിനെ വന്ന് കാണുകയും എങ്ങനെയാണ് ദൈവരാജ്യത്തേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. യേശു അവനോട്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത് എന്നവൻ ചോദിക്കുന്നു. യേശു അവനോട് അതിന് മറുപടി പറയുന്നു. അവന് മനസ്സിലാവാതെ വണ്ണം അവൻ്റെ ചിന്തയും അവൻ്റെ ചിന്താരീതിയും മാറിപ്പോയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. എങ്ങനെയാണ് വീണ്ടും ജനനം എന്ന ചോദ്യം എല്ലാ കാലവും സഭ ചോദിക്കുന്നതായ ചോദ്യമാണ്. ഹൗ ടു അറ്റൈൻ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. ഫിലക്സിനോസ് ഓഫ് മാബൂഗ് എന്ന പേരിലുള്ള ഒരു ചിന്തകൻ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും 3 ജനനങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ജനനം, ദ ബയോളജിക്കൽ ബർത്ത്. രണ്ടാമത്തേത് വിശുദ്ധ മാമോദീസയിലൂടെയുള്ള ജനനം, ദ ബാപ്റ്റിസ്മൽ ബർത്ത് ഇൻ ടു ദ ചർച്ച്. മൂന്നാമത്തേത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം ദൈവരാജ്യത്തിലേക്കുള്ള ജനനം. നമുക്കറിയാം, വിശുദ്ധ മാമോദീസയിൽ തൃത്വനാമത്തിൽ ഒരാളെ സഭയോട് ചേർക്കുമ്പോൾ സഭ ഈ വീണ്ടും ജനനത്തിനായിട്ട് ഒരാളെ ഒരുക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗത്താൽ സാത്താനെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ യാത്രയുടെ തുടക്കമാണ് മാമോദീസ എന്ന് നമുക്കറിയാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട്, വിശുദ്ധ തൃത്വത്തെ ധ്യാനിച്ചുകൊണ്ട്, വിശുദ്ധ തൃത്വത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വാക്യം 8. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. The wind bloweth where it listeth, and thou hearest the sound thereof, but canst to tell whence cometh and whither it goeth. So shall the one who is born of the Spirit. ആത്മാവിനെക്കുറിച്ച് വേദപുസ്തകം ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളിലൊന്ന് കാറ്റ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സൃഷ്ടിക്ക് മുമ്പേ തന്നെ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ ആത്മാവിനെ വിശുദ്ധമായ കാറ്റ്, ദൈവത്തിൻ്റെ ശ്വാസം എന്നീ പ്രയോഗങ്ങളിൽ ചേർത്തിട്ടുണ്ട്. വിശുദ്ധ പ്രവാചകന്മാരുടെ പുസ്തകം, എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കാറ്റിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ കാറ്റ് ഒരുവരിലേക്ക് വരുമ്പോൾ അതിൻ്റെ വരവ് അറിയുന്നില്ലെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് അറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മിസ്റ്ററി ആണെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് അറിയാം. ഒരുപക്ഷെ ഇതുവരെ ലോകപ്രകാരം ജീവിച്ച ഒരാൾ ദൈവഹിതപ്രകാരം ജീവിക്കുന്നത് ഈ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ്. ഇതുവരെ ദൈവത്തെ അറിയാതെ ജീവിച്ച ഒരാൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന രൂപാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആന്തരികമായി നടക്കുന്നതാണെങ്കിലും അതിൻ്റെ ഫലം ബാഹ്യമായി പ്രകടമാവുന്നു. ഇതുവരെ ലോകപ്രകാരം ജീവിച്ച ഒരാൾ ദൈവഹിതപ്രകാരം ജീവിക്കുന്നു. ഇതുവരെ കാർക്കശ്യത്തോടെ ജീവിച്ച ഒരാൾ സ്നേഹത്തിലേക്ക് ജീവിക്കുന്നു. അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൗനമായതും ദൃശ്യമല്ലാത്തതുമാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ
ദൃശ്യമായതാണ് എന്നതാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ കൂദാശയിലും നടക്കുന്ന രൂപാന്തരവും ഇങ്ങനെ തന്നെയാണല്ലോ. പള്ളിയിലേക്ക് വരുന്ന ഒരു യുവാവും യുവതിയും വിശുദ്ധ വിവാഹ കൂദാശ കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി പള്ളിക്ക് പുറത്തേക്ക് പോകുന്നു. അപ്പവീഞ്ഞുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൊണ്ട് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു. അഥവാ ദൈവത്തിൻ്റെ കാറ്റായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പ്രോസസ് നമുക്ക് ദൃശ്യമല്ലെങ്കിലും അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ദൃശ്യമാണ്. മനുഷ്യനെ ആദിമ സൃഷ്ടിയിൽ മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കിയ ദൈവം അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയെന്നും അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നും നാം പഠിക്കുന്നു. അതേ ദൈവം തന്നെ ഈ സുവിശേഷത്തിൻ്റെ സമാപന ഭാഗത്ത് ശിഷ്യന്മാരിലേക്ക് ഊതിക്കൊണ്ട് യേശു പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് കാറ്റ് എന്ന പ്രയോഗം 8-ാം വാക്യത്തിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുവാൻ തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മോട് പക്ഷവാദം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിരന്തരം നമ്മെ സ്വാഗതം ചെയ്യുകയും നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കർത്താവിങ്കിലേക്ക് നമ്മെ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിരന്തരം യേശു ക്രിസ്തുവിലേക്ക് നമ്മെ ആനയിക്കുന്നതും യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുന്നു. രണ്ടാമതായി ഈ വേദഭാഗം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. നിക്കോദിമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതിന് യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഈ വേദഭാഗം രണ്ടാമതായി നമ്മെ പഠിപ്പിക്കുന്നത് പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. തൃത്വത്തിൽ രണ്ടാമനായ പുത്രനാം ക്രിസ്തുവാണ് ദൈവികത്തെക്കുറിച്ച്, ദൈവത്വത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിന് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവാണ്. സൺ റിവീൽസ് വാട്ട് ഗോഡ് ഈസ്. തൃത്വത്തിൽ ഒരുവനായ പുത്രനാം ക്രിസ്തുവാണ് ദൈവം ആരെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനമില്ല. റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, പുത്രനിലൂടെ പിതാവിനോട് നമുക്ക് നിരപ്പുണ്ട്. യേശു ക്രിസ്തുവാണ് സ്വർഗീയമായതിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നത്. അതിമനോഹരമായ ഒരു പ്രയോഗം ഇവിടെയുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ, സൺ ഓഫ് മാൻ ഹു കംസ് ഫ്രം ദി ഹെവൻ ആൻഡ് ഹു ഈസ് സീറ്റഡ് അറ്റ് ദി ഹെവൻ. ഒരേപോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ പുത്രൻ അവൻ തന്നെയാണ് സ്വർഗത്തിലേക്ക് കയറുന്നവനും. സ്വർഗത്തെക്കുറിച്ച്, ഭൗമികമല്ല ആത്മീകമായതിനെക്കുറിച്ച്, ദൈവികമായതിനെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും അറിവ് തരുന്നത് പുത്രനാണ്. യേശു ക്രിസ്തുവിന്റെ മുഖത്ത് പിതാവാം ദൈവത്തിന്റെ തേജസ് ഞങ്ങൾ കണ്ടു എന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവായ ദൈവത്തിന്റെ തേജസ്സായി കണ്ടു. യേശുവിനെ അറിയുന്നതിലൂടെയാണ് സ്വർഗത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും നമുക്ക് അറിവുണ്ടാകുന്നത്. പുത്രനാം ക്രിസ്തു എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്ന ക്രിസ്തുവാണ്. തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു, തൃത്വത്തിൽ ഒരുവനായ ക്രിസ്തു, പിതാവിനോടും പരിശുദ്ധ റൂഹയോടും സമനായ ക്രിസ്തു. ഈ ക്രിസ്തുവാണ് എനിക്കും നിങ്ങൾക്കും വീണ്ടെടുപ്പ് നൽകുന്നത്. ഈ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭൗമികരായി ജീവിക്കുന്ന നാം സ്വർഗീയരായി തീരുന്ന യാത്രയുടെ പേരാണ് വീണ്ടെടുപ്പ്. മനുഷ്യ ജീവിതം പലപ്പോഴും ഭൗമികമാകാൻ വളരെ 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 താല്പര്യമുള്ളതാണ്. ഓരോ ദിവസവും ഭൗമിക വിഷയങ്ങളിലൂടെയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നിരന്തരം സ്വർഗീയരായി തീരുക എന്നുള്ളതാണ് യേശുവിലെ യാത്രയുടെ ഉദ്ദേശം.
വില്യം ബാർക്ലേയെക്കുറിച്ച് അതിമനോഹരമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വില്യം ബാർക്ലേ ധാരാളമായി വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഡിസിപ്ലിനെ കുറിച്ച് ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും എഴുതാൻ പറ്റുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരോ ദിവസവും എനിക്ക് സ്വർഗത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ വഴിയാണ് എൻ്റെ എഴുത്ത്. ഈ ഭൂമിയിലേക്കുള്ള താല്പര്യം എനിക്ക് കൂടുതലാണെങ്കിലും ക്രിസ്തു എന്നെ ഓരോ ദിവസവും സ്വർഗത്തേക്ക് നയിക്കുന്നു. ഒരുപക്ഷെ നല്ല പാട്ടെഴുതുന്ന ഒരാൾ, നല്ല വേദവ്യാഖ്യാനം എഴുതുന്ന ഒരാൾ, അവരൊക്കെ ക്രിസ്തുവിനോട് ചേർന്ന് ഈ സ്വർഗീയ സഞ്ചാരത്തിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും നിരന്തരം ഈ സ്വർഗീയ യാത്രയ്ക്കായി വിളിക്കുന്നു, വീണ്ടെടുക്കുന്നു, പുതുക്കുന്നു. തൻ്റെ മരണത്താലും തൻ്റെ ക്രൂശാനുഭവത്താലും തൻ്റെ കബറടക്കത്താലും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായും എന്നെയും നിങ്ങളെയും ഈ കർത്താവ് തൻ്റെ തേജസ്സിലേക്ക് വിളിക്കുന്നു. മൂന്നാമതായി 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവമാണ് സകലത്തെയും ജനിപ്പിക്കുന്നവൻ. ജനകൻ എന്നാണ് പുത്രനെ പറയുന്നത്. പുത്രനെ ജനിപ്പിച്ചത് പിതാവാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്നാണ് നമുക്ക് റൂഷ്മായിൽ പറയുന്നത്. നമുക്കറിയാം 2 കൊരിന്ത്യർ 13:13 നിന്ന് എടുത്തിരിക്കുന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും എന്ന പ്രയോഗം എന്ന് നമുക്കറിയാം. പിതാവായ ദൈവത്തെ സ്നേഹമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ദൈവം സ്നേഹം തന്നെ എന്നുള്ളതാണ്. തൃത്വത്തെ നാം മനസ്സിലാക്കുന്നതും നിത്യമായ സ്നേഹമായിട്ടാണ്. യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് ദൈവം തൻ്റെ സ്നേഹത്താലാണ്. മനുഷ്യകുലത്തെ, പ്രപഞ്ചത്തെ നശിപ്പിക്കുവാനല്ല, ന്യായം വിധിക്കുവാനല്ല, മറിച്ച് അവനെ വീണ്ടെടുക്കുവാൻ, ലോകത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ സ്നേഹത്താൽ പുത്രനെ അയക്കുന്ന പിതാവായ ദൈവം. ലോകത്തെ നശിപ്പിച്ചു കളയുന്നതല്ല ദൈവത്തിൻ്റെ നീതി, ലോകത്തെ വീണ്ടെടുക്കുന്നതാണ്. പിതാവായ ദൈവം നിത്യമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും സ്നേഹത്തിൽ റെസിപ്രോക്കലാണ് നമ്മുടെ സ്നേഹങ്ങൾ, അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. പക്ഷെ വേദപുസ്തകം നൽകുന്ന സ്നേഹത്തിൻ്റെ പ്രതീകം ദൈവം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 പുത്രന്മാരിൽ ഇളയവൻ വീട് വിട്ട് പോയിട്ടും അപ്പൻ നോക്കിയിരിക്കുന്നതായ സ്നേഹം. ഹോശേയുടെ പ്രവചനം പറയുന്നു, നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞുവെങ്കിലും ഞാൻ നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സ്നേഹം. ആ നിത്യമായ സ്നേഹം, വീണ്ടെടുക്കുന്ന സ്നേഹം, കണക്ക് പറയാത്ത സ്നേഹം, ആ സ്നേഹമാണ് തൻ്റെ പുത്രനെ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി ലോകത്തിലേക്ക് അയച്ചത്. ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കാണ് നിത്യജീവൻ ഉള്ളത്. നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നിത്യസ്നേഹത്തിലേക്ക് വരേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ നിത്യസ്നേഹമാണ് നിത്യജീവൻ്റെ അടിസ്ഥാനം. യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുന്നു, സമൃദ്ധിയായ ജീവൻ, പൂർണ്ണ ജീവൻ, നിത്യജീവൻ, ഇതൊക്കെ തന്നെ നിത്യസ്നേഹത്തിലാണ്. തൻ നിത്യസ്നേഹത്താൽ നാഥൻ എന്നുള്ള പാട്ടൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ട്. തൃത്വത്തിൽ അടിസ്ഥാനപരമായുള്ളത് നിത്യമായ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് തൃത്വത്തിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല. ഒരു കുഞ്ഞിനോട് ചോദിച്ചു, തൃത്വം എന്താണ്? കുഞ്ഞു പറഞ്ഞു, ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്ന് ഭക്ഷണത്തിന് മുമ്പ് കൈ കോർത്തു പിടിച്ച് തലവണക്കി മൗനമായിരിക്കുന്നതാണ് തൃത്വം. അപ്പോൾ ടീച്ചർ വീണ്ടും കുട്ടിയോട് ചോദിച്ചു, ആ ഡൈനിങ് ടേബിൾ എങ്ങനെ ഇരിക്കും? അപ്പോൾ കുട്ടി പറഞ്ഞു, ആ ഡൈനിങ് ടേബിൾ റൗണ്ട് ടേബിളാണ്, എല്ലാവർക്കും പരസ്പരം കാണാവുന്നതാണ്. തീർച്ചയായും തൃത്വത്തെക്കുറിച്ചുള്ള ഐക്കണുകളിൽ ഏറ്റവും പ്രധാനമായത് റഷ്യൻ ഐക്കണോഗ്രാഫിയിൽ ചെയ്തിട്ടുള്ള റുബ്ലേവ് എന്നൊരാളുടെ ഐക്കണാണ്. അത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തെ ആധാരമാക്കി, മെമ്മറിയുടെ തോപ്പിനെ ആധാരമാക്കി ചെയ്തിട്ടുള്ള ഐക്കണാണ്. 3 ഏഞ്ചലിക് ഫിഗേഴ്സാണ്. അവരുടെ മുന്നിൽ ഒരു ടേബിളുണ്ട്. ആ ടേബിൾ മുന്നോട്ട് വരികയാണ്, നമ്മളിലേക്ക് വരികയാണ്. തൃത്വത്തിൻ്റെ സ്നേഹത്തെ കാണിക്കുന്നതാണത്. തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. തൃത്വ ഞായർ അതുകൊണ്ട് ഒരാശയപരമായ ഞായറാഴ്ചയല്ല. തൃത്വ ഞായർ എന്നെയും നിങ്ങളെയും സർവപ്രപഞ്ചത്തെയും നിത്യമായ സ്നേഹത്തിലേക്ക്, ശരിയായ സ്നേഹത്തിലേക്ക് വിളിക്കുന്നതാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റിലേഷൻഷിപ്പ്.
എന്താണ് ശരിയായ റിലേഷൻഷിപ്പ്? അത് തൃത്വത്തിലാണ്. സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, നന്മയുടെ, വിശ്വസ്തതയുടെ, പരസ്പര ആദരവിൻ്റെ, പരസ്പര പൂരകത്വത്തിൻ്റെ അടിസ്ഥാനം കാണപ്പെടുന്നത് തൃത്വത്തിലാണ്. അതുകൊണ്ട് തൻ്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ, തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ, ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന, നിവൃത്തി വരുത്തുന്ന റൂഹായും നമ്മോടുകൂടെ. ഇത് 3 ദൈവമല്ല, ഇത് ഒരേ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളാണ്. ഈ 3 ആളത്വങ്ങളും നമ്മളെ രക്ഷിക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത് പുത്രനാണെങ്കിൽ, നമ്മുടെ ജീവനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ പിതാവാണെങ്കിൽ, നമുക്ക് പൂർത്തീകരണം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മെ കാറ്റെന്ന പോലെ ആവസിച്ച് പുതിയ മനുഷ്യരാക്കുകയും, പുത്രൻ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നമ്മെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ഈ തൃത്വനായർ ദൈവികമായ ബന്ധത്തിലേക്കുള്ളൊരു ക്ഷണമായി തീരട്ടെ. ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും തൃത്വത്തിൻ്റെ നാമത്തിലാണല്ലോ. ഓരോ കൂദാശയും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും തൃത്വത്തിൻ്റെ നാമത്തിലാണല്ലോ. ഓരോ തവണ കുരിശു വരയ്ക്കുന്നതും തൃത്വനാമത്തിലാണല്ലോ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതുതന്നെയാണ്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുകയും ദൈവം നമ്മെ പുതുക്കുകയും സ്വർഗീയമായതിലേക്ക്, നിത്യജീവനിലേക്ക് നമ്മെ നടത്തുകയും ചെയ്യട്ടെ. ആമേൻ.